മനോഹരമായ ഒരു ആഭരണം അണിഞ്ഞതുപോലെ കാവേരി നദിയാൽ വലയം ചെയ്യപ്പെട്ടൊരു ഗ്രാമമുണ്ട് കർണാടകയിൽ. പേര് ശിവനസമുദ്ര. അവിടേക്കുള്ള യാത്രയിൽ കാവേരി നദിക്ക് കുറുകെയുള്ള പാലം കടക്കുകയാണ് ഞങ്ങളിപ്പോൾ. ഇവിടെയുള്ള രണ്ട് വെള്ളച്ചാട്ടങ്ങളുടെ കാഴ്ചകൾ സഞ്ചാരികളെ ആകർഷിക്കുന്നു. ബാരാചുക്കി, ഗഗനചുക്കി എന്നിവയാണവ. ഗ്രാമത്തിലേക്ക് കടക്കും മുമ്പ് പച്ചവിരിച്ച മനോഹരമായ നെൽപ്പാടങ്ങളാണ് നമ്മളെ സ്വാഗതം ചെയ്യുന്നത്. നെല്ലും തെങ്ങും കഴുങ്ങും പച്ചക്കറികളും സമൃദ്ധമായി നൽകി ഇവിടെ ഗ്രാമീണ ജീവിതത്തെ കാവേരി നദി അനുഗ്രഹിച്ചിരിക്കുകയാണ്. കാവേരി നദിയെ അമ്മയായും ദേവിയായും ഒക്കെ വളരെ വൈകാരികമായി കർഷകർ ആരാധിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നതിൻ്റെ നേർസാക്ഷ്യങ്ങൾ കൂടിയാണ് ഈ ഗ്രാമീണ കാഴ്ചകൾ. അല്പം കൂടി മുന്നോട്ട് പോയാൽ പിന്നെ ഇടതുഭാഗത്തേക്ക് തിരിഞ്ഞു വേണം നമുക്ക് പോകാൻ. ഇത് ബെലക്കാവടി കൊല്ലേകല റോഡാണ്. ശിവനസമുദ്രയിലേക്ക് സർക്കാർ ബസ്സുകൾ മാത്രമേ സർവീസ് നടത്തുന്നുള്ളൂ. അതും നിശ്ചിത സമയങ്ങളിൽ മാത്രം. ബസ്സിൽ വരുന്നവർക്ക് അവിടെ ഇറങ്ങി ഷെയർ ഓട്ടോ പിടിച്ചു വേണം വെള്ളച്ചാട്ടത്തിൻ്റെ അരികിലെത്താൻ. മൈസൂരിൽ നിന്നും ശിവനസമുദ്രയിലേക്ക് 77 കിലോമീറ്ററാണ് ദൂരം. മലയാളികളായ വിനോദസഞ്ചാരികൾക്കിടയിൽ ഇവിടുത്തെ വെള്ളച്ചാട്ടങ്ങൾ പ്രചാരം നേടി വരുന്നതേയുള്ളൂ. ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് വരെ കർണാടകയിലെ ഈ ഗ്രാമങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ കാണാറുള്ള ഗ്രാമീണ ഭവനങ്ങളുടെ ഘടന ഇവിടെ പതുക്കെ മാറി വരികയാണ്. അന്നൊക്കെ ഏകദേശം ഒരേ മാതൃകയിൽ തൊട്ടുരുമിയെന്നോണം കാണുന്ന ഗ്രാമീണ കർഷകരുടെ ഭവനങ്ങൾ പുതിയ രീതിയിലുള്ള കോൺക്രീറ്റ് വീടുകൾക്ക് വഴിമാറുന്ന കാഴ്ച കാണാവുന്നതാണ്. കൃഷിസ്ഥലങ്ങൾ കുറച്ചകലെയായിരിക്കും, പക്ഷെ ഒരുമിച്ച് അടുത്തടുത്ത് താമസിക്കുന്ന ഒരു കൂട്ടായ്മയാണ് തലമുറകളായി ഗ്രാമത്തിലെ പൊതുവായ രീതി. നമ്മൾ മലയാളികൾ അയൽക്കാരിൽ നിന്നും കഴിയുന്നത്ര അകലം പാലിക്കുക എന്നൊരു രീതിക്കാരാണല്ലോ. ഒരുപക്ഷെ കൂടുതൽ സ്വകാര്യത ആഗ്രഹിക്കുന്ന ജനവിഭാഗം ആയതുകൊണ്ട് കൂടിയാവാം അങ്ങനെ. ഓരോ സമൂഹത്തിനും ഓരോരോ രീതികൾ. പഴമ തോന്നിപ്പിക്കുന്ന ചെറിയ അങ്ങാടിയും പിന്നിട്ട് നമ്മൾ കാവേരി നദി താലോലിക്കുന്ന ശിവനസമുദ്രയുടെ ഗ്രാമീണ സ്പന്ദനങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. നദികൾ നിരവധി മഹാപ്രഹേളികകൾ ഉള്ളിൽ ഒളിപ്പിച്ചിരിക്കുന്നതായി നമ്മുടെ ചില സാഹിത്യകാരന്മാർ വിശേഷിപ്പിക്കാറുണ്ട്. ജീവിതോപാധി മാത്രമല്ല, ചിലപ്പോഴൊക്കെ നിർഭാഗ്യകരങ്ങളായ ജീവിതാപഹരണങ്ങൾക്ക് കൂടി നദികൾ വേദിയാവാറുണ്ട്. കാർഷിക സമ്പത്തിനും മത്സ്യസമ്പത്തിനും പുറമെ ടൂറിസത്തിൽ നിന്നുള്ള വരുമാനം കൂടി നൽകി ഇവിടുത്തെ ഗ്രാമീണ ജനതയ്ക്ക് സാമ്പത്തിക അടിത്തറ ഒരുക്കുന്ന കാവേരി നദിയുടെ സാന്നിധ്യം ശിവനസമുദ്രയിലെ ഓരോ സ്പന്ദനത്തിലും നമുക്ക് കാണാവുന്നതാണ്. റോഡിന് സമാന്തരമായി ഒഴുകുന്ന കാവേരി നദിയുടെ കരയിൽ നിൽക്കുകയാണിപ്പോൾ. മനോഹരമായ കാഴ്ച. പുറമേക്ക് ശാന്തമാണെങ്കിലും ഇവിടെ നദിക്ക് നല്ല ആഴവും ഒഴുക്കുമുണ്ട്. സമീപകാലത്ത് ഒഴുക്കിനെയും ആഴത്തെയും കുറിച്ച് ധാരണയില്ലാതെ നദിയിലേക്ക് ഇറങ്ങിയ സഞ്ചാരികളിൽ ചിലർക്ക് മരണം സംഭവിച്ചതായി പ്രാദേശികമായി അറിയാൻ കഴിഞ്ഞു. അതിനാൽ തന്നെ പ്രദേശവാസികളല്ലാതെ ആരെയും ഇവിടെ ഇറങ്ങുന്നതിന് വേണ്ടിയിട്ട് അനുവദിക്കുന്നില്ല. അകലെയുള്ള മലനിരകളുടെ പശ്ചാത്തലത്തിൽ കണ്ണിന് ദൃശ്യവിരുന്നൊരുക്കുകയാണ് ഇവിടം. വെയിലിനെ വകഞ്ഞു മാറ്റി കുളിർമയോടെ കാറ്റടിക്കുകയും ചെയ്യുന്നു. വെള്ളത്തിലിറങ്ങാൻ താല്പര്യമുള്ളവരെ മോഹിപ്പിക്കുന്ന അന്തരീക്ഷമാണ്. അതിനാൽ തന്നെ നദിക്കരയിൽ വളരെ എനർജറ്റിക്കായി 2 പോലീസുകാർ നിൽക്കുന്നുണ്ട്. നദിക്കരയിൽ അധിക നേരം നിൽക്കുമ്പോൾ അവർ ശ്രദ്ധിക്കുകയാണ്. ബാരാചുക്കി വെള്ളച്ചാട്ടത്തിൻ്റെ ദൂരക്കാഴ്ച ആസ്വദിക്കുന്നതിനായി സന്ദർശകർക്ക് വേണ്ടി ഒരു പാർക്ക് ഇവിടെ ഒരുങ്ങുന്നുണ്ട്. ഇവിടെ നിൽക്കുമ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദം കേൾക്കാം. ഏകദേശം 500 മീറ്ററിലധികം ദൂരമുണ്ട്. ഈ വേനൽക്കാലത്ത് പോലും ശക്തമായ ശബ്ദം കേൾക്കുമ്പോൾ മഴക്കാലത്തെ അവസ്ഥ ഊഹിക്കാമല്ലോ. ബാരാചുക്കി വെള്ളച്ചാട്ടം കർണാടകത്തിലെ മാണ്ഡ്യ ജില്ലയിലാണ്. വനം വകുപ്പിൻ്റെ ഒരു ചെക്ക് പോസ്റ്റ് കടന്നു വേണം ഇങ്ങോട്ട് വരാൻ. അവിടെ 40 രൂപ കാറിന് എൻട്രി ഫീസ് വാങ്ങിച്ചു. പിന്നെ ആളൊന്നിന് 10 രൂപ വീതം ടിക്കറ്റുമുണ്ട്. പടവുകൾ ഇറങ്ങിച്ചെന്നാൽ പ്രകൃതി ഒരുക്കിയ ദൃശ്യവിസ്മയം കുറേ കൂടി അടുത്തു നിന്ന് കാണാം. സാഹസികരായ സന്ദർശകരെ കരുതിയിട്ടാവണം അതിരുകളിൽ ഇലക്ട്രിക് ഫെൻസിംഗ് ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. ഈ വേനൽക്കാലത്ത് പോലും ഇത്തരമൊരു കാഴ്ച ലഭ്യമാകണമെങ്കിൽ മഴക്കാലത്തെ കാഴ്ച എന്തായിരിക്കും? ഈ കാണുന്നവയിൽ ഏറ്റവും ഉയരമുള്ള ഭാഗം 70 മീറ്ററാണ് ഉയരം. ബാരാചുക്കി എന്നതിന് കന്നഡയിൽ സമൃദ്ധമായി ഒഴുകുന്ന ജലം എന്നാണ് അർത്ഥം. ഈ ജലത്തിന് രോഗശാന്തി നൽകാനുള്ള കഴിവുണ്ടെന്ന് പ്രാദേശിക ഗോത്ര സമൂഹം വിശ്വസിക്കുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒരു പ്രധാന വെള്ളച്ചാട്ടവും മറ്റുള്ളവ ചെറുതുമാണ്. മഴക്കാലമാകുമ്പോൾ അതിൻ്റെ വീതി കുറേ മീറ്ററുകൾ വർദ്ധിക്കുമെന്ന് അറിയാൻ കഴിയും. ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് നടത്തിയ പഠനത്തിൽ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച 100 വെള്ളച്ചാട്ടങ്ങളുടെ പട്ടികയിൽ
ഈ ബാരാചുക്കി വെള്ളച്ചാട്ടവും ഇനി കാണാൻ പോകുന്ന ഗഗനചുക്കി വെള്ളച്ചാട്ടവും. ഗഗനചുക്കി വെള്ളച്ചാട്ടത്തിൻ്റെ ദൂരക്കാഴ്ചയിലേക്കാണ് നമ്മളിനി പോകുന്നത്. നമ്മൾ നേരത്തെ കണ്ട ബാരാചുക്കി വെള്ളച്ചാട്ടത്തിനരികിൽ അല്പദൂരം മാത്രമേ ഈ നിൽക്കുന്ന സ്ഥലത്തേക്കുള്ളൂ. ബാരാചുക്കി വെള്ളച്ചാട്ടം കർണാടകത്തിലെ മാണ്ഡ്യ ജില്ലയിലും ഈ കാണുന്ന വെള്ളച്ചാട്ടം ഗഗനചുക്കി ചാമരാജ് നഗർ ജില്ലയിലുമാണ്. ഇവിടെ നിന്നും ഏകദേശം 1 കിലോമീറ്ററോളം അകലെയാണ് വെള്ളച്ചാട്ടം. 90 മീറ്ററാണ് ഇതിൻ്റെ ഉയരം. വേനൽക്കാലത്ത് വെള്ളത്തിൻ്റെ അളവും ഒഴുക്കുമൊക്കെ കുറഞ്ഞിട്ടും നല്ല ശബ്ദമാണ് കേൾക്കുന്നത്. 1902 സ്ഥാപിക്കപ്പെട്ട ഏഷ്യയിലെ ആദ്യത്തെ ജലവൈദ്യുത നിലയം ഇവിടെയാണ്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളിലാണ് 2 വെള്ളച്ചാട്ടങ്ങളും സന്ദർശിക്കാൻ ഏറ്റവും മനോഹരം. മഴക്കാലത്ത് പ്രകൃതിയുടെ രൂപവും ഭാവവും മാറുമല്ലോ. ഒഴുകി വരുന്ന ജലത്തിൻ്റെ അളവ് ഇപ്പോൾ ഈ വേനൽക്കാലത്ത് കാണുന്നതിൻ്റെ നിരവധി മടങ്ങുകൾ വർദ്ധിക്കും. താഴെ പുഴ നിറഞ്ഞൊഴുകും. പശ്ചാത്തലത്തിൽ കാണുന്ന കുന്നുകൾ മുഴുവനും കടും പച്ചയണിഞ്ഞ് അതിമനോഹരമായ കാഴ്ചയായിരിക്കും നൽകുക. ഇടതുവശത്തുനിന്ന് ഒഴുകിയെത്തുന്ന കാവേരി നദിയുടെ തന്നെ മറ്റൊരു കൈവഴിയുണ്ട്. പാറക്കൂട്ടങ്ങൾ തുള്ളി മറിഞ്ഞെത്തുകയാണത്. അവിടെ നിന്നും പരക്കുന്ന നേർത്ത തുള്ളികൾ കാറ്റിലൂടെ സഞ്ചരിച്ച് ഉച്ചവെയിലിനു മീതെ കുളിർമ നൽകുന്നുണ്ട്. ബാരാചുക്കി ഗഗനചുക്കി വെള്ളച്ചാട്ടങ്ങളുടെ ആകാശക്കാഴ്ച ലഭിക്കുന്ന രീതിയിൽ ഒരു റോപ്പ് വേയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ കർണാടക സർക്കാർ ആരംഭിച്ചതായി അറിയാൻ കഴിഞ്ഞു. ഇവിടെ സഞ്ചാരികൾക്കായിട്ടൊരു ബോട്ടിംഗ് പോയിന്റ് ഒരുക്കിയിട്ടുണ്ട്. ഒരേ സമയം 4ഓളം പേർക്ക് തോണിയിൽ കയറാം. വട്ടത്തോണിയാണ്. ഞങ്ങളുടെ നാട്ടിലെ പുഴയിൽ നിന്നും മീൻ പിടിക്കാൻ ഒരു സീസണിൽ കർണാടകയിൽ നിന്ന് വരുന്ന നാടോടികൾ ഇത്തരം തോണിയായിരുന്നു ഉപയോഗിക്കാറ്. പുഴയുടെ ചില ഭാഗങ്ങൾ ഇവിടെയും നല്ല ആഴവും ഒഴുക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ സഞ്ചാരികൾക്ക് തോണിയിൽ പോകാൻ അനുമതിയുള്ള സ്ഥലത്ത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന രീതിയിൽ ബോർഡുകൾ കൊണ്ട് അതിർത്തി നിശ്ചയിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ കണ്ട സഞ്ചാരികളിൽ മിക്കവാറും എല്ലാവരും തന്നെ കർണാടക സ്വദേശികൾ മാത്രമായിരുന്നു. കാവേരി നദിയാൽ ചുറ്റപ്പെട്ട ശിവനസമുദ്ര എന്ന സ്ഥലവും ബാരാചുക്കി ഗഗനചുക്കി എന്നീ വെള്ളച്ചാട്ടങ്ങളും മലയാളികൾക്ക് പരിചിതമായി വരുന്നതേയുള്ളൂ. മൈസൂരിൽ നിന്നും 77 കിലോമീറ്ററും വയനാട്ടിലെ മുത്തങ്ങയിൽ നിന്നും 131 കിലോമീറ്ററുമാണ് ഇവിടേക്കുള്ള ദൂരം. കുടുംബസമേതം യാത്ര ചെയ്യാൻ പറ്റിയ ശാന്തവും മനോഹരവുമായ ഇവിടേക്കുള്ള മികച്ച യാത്രാനുഭവത്തിന് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങൾ തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഉചിതം.